പ്രൈസ് ലോർഡ്. എന്നെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ എല്ലാ ദൈവജനത്തിനും ക്രിസ്തയേശുവിൻ്റെ നാമത്തിലുള്ള വിനീതമായ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയതിൽ സന്തോഷിക്കുകയും ദൈവത്തിന് മഹത്വം കരയറ്റുകയും ഇന്നേ ദിവസം ദൈവഹിതപ്രകാരമുള്ള ജീവിതത്തിനും സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീരുവാനും ദൈവം നമ്മുടെ ജീവിതത്തെ ഒരു മുഖാന്തരമാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഡീൽ മൂടി ഒരു രാത്രിയിൽ തൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു മനുഷ്യൻ വിളക്കുമരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്നത് കണ്ടു. മൂടി അയാളെ സമീപിച്ച് ഒരു ക്രിസ്ത്യാനിയാണോ എന്നാരാഞ്ഞു. നിങ്ങളുടെ കാര്യം നോക്കി പോകൂ, ആ മനുഷ്യൻ ഇങ്ങനെ ആക്രോശിച്ചു. ശാന്തനായി മൂടി മറുപടി നൽകി, താങ്കളെ വേദനിപ്പിച്ചെങ്കിൽ എന്നോട് ക്ഷമിക്കുക. തുറന്നു പറയട്ടെ, ഇതുതന്നെയാണ് എൻ്റെ പ്രധാന കാര്യം. ഇത്രയും പറഞ്ഞ് മൂടി സ്ഥലം വിട്ടു. ചില മാസങ്ങൾക്ക് ശേഷം ഒരു ദിവസം മൂടിയുടെ വീടിൻ്റെ വാതിൽക്കൽ ഒരാൾ മുട്ടി വിളിച്ചു. മൂടി വാതിൽ തുറന്നപ്പോൾ ഒരു അപരിചിതനെയാണ് കണ്ടത്. അയാൾ യാതൊരു ആമുഖവുമില്ലാതെ ഇങ്ങനെ പറഞ്ഞു, വിളക്കുകാലിൻ്റെ ചുവട്ടിൽ വെച്ച് താങ്കളോട് ക്രൂരമായി പെരുമാറിയതിൽ എന്നോട് ക്ഷമിക്കുക. ആ രാത്രി മുതൽ എനിക്ക് ഹൃദയത്തിൽ യാതൊരു സമാധാനവുമില്ല. എനിക്ക് ക്രിസ്ത്യാനിയാകണം, താങ്കൾ എന്നെ സഹായിക്കുമോ? മൂടി ആ വ്യക്തിയെ യേശു ക്രിസ്തുവിലേക്ക് നയിച്ചു. നാം എപ്പോഴും നമ്മുടെ ജോലിയെക്കുറിച്ച്, സമ്പത്തിനെക്കുറിച്ച്, മറ്റ് ലൗകിക കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുവാൻ ധൈര്യമുള്ളവരാണ്. എന്നാൽ ക്രിസ്തുവിനെയും അവൻ്റെ സ്നേഹത്തെയും കുറിച്ച് സംസാരിക്കുന്നതിൽ നാം ഭീരുത്വം കാട്ടുകയും നിശബ്ദരാകുകയും ചെയ്യുന്നു. അനുഗ്രഹീതമായ ഈ സംഭവ ചരിത്രത്തിനായി ഞാൻ കർത്താവിന് മഹത്വം കരയറ്റുന്നു. സുവിശേഷത്തോടുള്ള പ്രതിബദ്ധത ഇതൊക്കെ വിളിച്ചോതുന്ന ഒരു അനുഗ്രഹീത സംഭവമാണ് നാം കേട്ടത്. എക്കാലത്തുമുള്ള ദൈവമക്കൾക്ക് ആ തലമുറയോട് ഒരു പ്രതിബദ്ധതയുണ്ട്. സുവിശേഷത്തിൻ്റെ സന്ദേശം വിളിച്ചറിയിക്കുവാൻ ജീവിതം കൊണ്ടും വാക്കുകൊണ്ടും ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. ഈ പ്രതിബദ്ധതയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു വേദവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ അതിന് അടിസ്ഥാനമായി ഞാൻ വായിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിലും എപ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിച്ചു. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിൻ്റെ നാളോളം അതിനെത്തിക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. 1-ാം നാൾ മുതൽ ഇതുവരെയും സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ നിമിത്തം ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തലനായ പൗലോസിനാൽ സ്ഥാപിക്കപ്പെട്ട അനുഗ്രഹീതമായ ഒരു സഭയാണ് ഫിലിപ്പിയ സഭ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായം വായിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ സഭയുടെ പിന്നിൽ, ഈ സഭ സ്ഥാപിക്കുന്നതിൽ അപ്പോസ്തലന്മാർ കടന്നുപോയ വളരെ രൂക്ഷമായ പ്രതിസന്ധിയുടെ ആഴം നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. ത്രോവാസിലിരിക്കുമ്പോൾ രാത്രിയിൽ അപ്പോസ്തലനുണ്ടായ ദർശനം മക്കദോനിക്കാരനായ ഒരു പുരുഷൻ വന്ന് സഹായിക്കുവാൻ അപേക്ഷിക്കുന്നതും മക്കദോന്യ പ്രദേശത്തേക്ക് സുവിശേഷത്തിന് വാതിൽ ദൈവം തുറന്നു എന്ന് പരിശുദ്ധാത്മാവിനാൽ തനിക്ക് നിയോഗം ലഭിക്കുകയും ഉറപ്പായി ആ ഒരു സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി കാൽവെക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. ഇന്നത്തെ ആധുനിക യൂറോപ്പ്, ആ യൂറോപ്പിലേക്കുള്ള ദൈവത്തിൻ്റെ ആഹ്വാനമായിരുന്നു ആ ദർശനത്തിലൂടെ ദൈവം നൽകിയത്. അന്നേ ദിവസത്തെ കാര്യപരിപാടി നമ്മൾ വായിക്കുന്നുണ്ട്. പ്രാർത്ഥനാ നേരത്ത് ആലയം തിരക്കി സഞ്ചരിക്കുമ്പോൾ ലുദിയെയും മറ്റു ചില സ്ത്രീകളെയും കാണുകയും ദൈവവചനം പങ്കിടുകയും അവരെ ദൈവത്തിലേക്ക് നയിക്കുകയും ചെയ്തു. വെളിച്ചപ്പാടത്ത് സ്ത്രീയുടെ മേലുണ്ടായിരുന്ന ദുരാത്മാവിനെ ശാസിക്കുന്നു. അതിനുശേഷം കാരാഗ്രഹത്തിലാക്കപ്പെടുന്നതും വളരെ ബന്ധനസ്ഥരായി ശരീരം മുറിക്കപ്പെട്ട് മുറിവേൽപ്പിക്കപ്പെട്ടവരായി വേദനയോടെ അവർ കാരാഗ്രഹത്തിൽ കഴിയുന്നു. എന്നാൽ അവയ്ക്കൊന്നും തളയ്ക്കാൻ കഴിയാത്ത ആത്മീയ വീര്യം പാട്ടുപാടുവാനും പ്രാർത്ഥിപ്പാനും ദൈവത്തെ ആരാധിപ്പാനും അവരെ പ്രേരിപ്പിച്ചു. കാരാഗ്രഹത്തിൽ നടന്ന സംഭവം നമുക്ക് സുപരിചിതമാണല്ലോ. കാരാഗ്രഹപ്രമാണം രക്ഷിക്കപ്പെടുന്നു. അങ്ങനെ യൂറോപ്പിലെ ആദ്യത്തെ സഭയായ ഫിലിപ്പിയ സഭ സ്ഥാപിക്കപ്പെടുന്നു. സംഭവപരമായൊരു പിന്നിലെ ചരിത്രം ഞാൻ ലഘുവായിട്ട് ഓർപ്പിച്ചല്ലോ. അപ്പോസ്തലനായി സ്ഥാപിക്കപ്പെട്ട പല സഭകളുണ്ട്. ആ സഭകളുടെയൊക്കെ ചരിത്രം പഠിക്കുമ്പോൾ ഒരുപക്ഷെങ്കിൽ എല്ലാ സഭയോടും ഒരേ രീതിയിൽ, ഒരേ മനോഭാവത്തോടും വികാരത്തോടും ലേഖനം എഴുതുവാൻ തനിക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം പല സഭകളും തന്നാൽ സ്ഥാപിക്കപ്പെട്ടത് പ്രയോജനമുള്ളതൊന്നും മറച്ചു വച്ചില്ല എന്ന് നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ അവരറിയേണ്ടതൊക്കെ അറിയിക്കുകയും
ആത്മീയ ജീവിതത്തിനും സുവിശേഷ ഘോഷണത്തിലും ചുമതലകളെ, കർത്തവ്യബോധത്തെ പങ്കിട്ടിട്ടും പ്രതീക്ഷകൾക്കനുസരിച്ച് ഉയരാത്ത സഭകളോട് അല്പം ദുഃഖത്തോടും നിരാശയോടും ഒക്കെ അദ്ദേഹം ലേഖനത്തിൽ വാക്കുകൾ ഉപയോഗിക്കുന്നത് നമുക്കറിയാം. ഗലാത്യ സഭകൾക്ക് ലേഖനം എഴുതുമ്പോൾ ഇത്ര വേഗത്തിൽ മറ്റൊരു സുവിശേഷത്തിലേക്ക് നിങ്ങൾ മറിഞ്ഞല്ലോ എന്ന് താൻ ആശ്ചര്യപ്പെടുകയാണ്. യേശുക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആര് എന്ന് ചോദിക്കുന്ന ചോദ്യം. ക്രിസ്തു നിങ്ങളിൽ വീണ്ടും ഉരുവാകുവോളം പിന്നെ നിങ്ങളെ ഓർത്ത് പ്രസവനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ എന്ന് ആ സഭയോട് പറയുന്നു. കൊരിന്ത്യ സഭയിലേക്ക് കടന്നു വരുമ്പോൾ സ്ഥിതി വിഭിന്നമല്ല. ആ സഭ കൃപാവരങ്ങളിൽ മുന്നിലാണെങ്കിലും പാല് കുടിക്കുന്ന, കട്ടിയായിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത അവസ്ഥയും ജഡികന്മാരോടെന്ന പോലെ മാത്രമേ എനിക്ക് സംസാരിക്കാൻ കഴിയുന്നുള്ളൂ എന്നും 5-ാം അധ്യായത്തിലെ ധാർമ്മിക പ്രശ്നങ്ങളും കൃപാവരങ്ങളുണ്ടെങ്കിലും അതിനെ കൈകാര്യം ചെയ്യുവാനുള്ള അവരെ അപക്വ അനുഭവവും സ്നേഹിച്ചു വരണമോ വടികൊണ്ട് വരണമോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ആ സഭകളുമേൽ തനിക്ക് കഠിനമായ പ്രയത്നം താൻ ചെലുത്തിയിട്ടുണ്ടെങ്കിലും അധ്വാനിച്ചിട്ടുണ്ടെങ്കിലും തൻ്റെ പ്രതീക്ഷകൾക്കും ദർശനത്തിനും അനുസരിച്ച് ഒരഭിവൃദ്ധിയിലേക്ക് വന്നില്ല എന്നതിൻ്റെ സൂചന, അല്ലെങ്കിൽ പോരായ്മകൾ പലതും ഉണ്ടായിരുന്നു എന്ന് സന്ദേഹിക്കുന്ന സന്ദേഹങ്ങൾ നമുക്ക് വാക്കുകൾ കാണാൻ കഴിയും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഫിലിപ്പിയ സഭ, തെസ്സലോനിക്ക സഭയൊക്കെ ആത്മീയ തലങ്ങളിൽ കുറച്ചുകൂടെ മെച്ചമായ ആത്മീയ നിലവാരം പുലർത്തിയിരുന്ന സഭകളാണ് എന്ന് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. ഞാനിവിടെ മുഖ്യമായും ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോസ്തലൻ്റെ സുവിശേഷ ഘോഷണത്തിൽ ഈ സഭകളൊക്കെ വഹിച്ച പങ്കിനെക്കുറിച്ചാണ്. വിശേഷാൽ ഫിലിപ്പിയ സഭയെക്കുറിച്ച് നമ്മൾ വായിച്ച ഈ ഭാഗത്ത് വളരെ ആത്മീയ നിലവാരം പുലർത്തുകയും അപ്പോസ്തലൻ്റെ ദർശനങ്ങൾക്ക് ഒപ്പം നടന്ന ഒരു പ്രതീക്ഷ നിർഭരമായ സഭ എന്ന തെസ്സലോനിക്ക സഭയെ നമുക്ക് ഒറ്റനോട്ടത്തിൽ വിവക്ഷിക്കാൻ കഴിയും. 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നല്ലോ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ കഴിക്കുന്ന സകല പ്രാർത്ഥനയിലും എപ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിച്ചു. ഞാൻ ഓർപ്പിച്ചില്ല, എല്ലാ സഭകളെക്കുറിച്ചും ഒരു പക്ഷെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയില്ല. ഇച്ഛാഭംഗത്തോടും ദുഃഖത്തോടും പ്രതീക്ഷകൾക്കനുസരിച്ച് ഉയരുന്നില്ലല്ലോ എന്നുള്ള ആ ദുഃഖഭാരത്തു നിന്നൊക്കെ ഒരു പക്ഷെങ്കിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇവിടെ ഫിലിപ്പിയ സഭയെക്കുറിച്ച് പറയുമ്പോൾ സന്തോഷിച്ച് പ്രാർത്ഥിക്കുക, അവിടെ ആത്മീയ നിലവാരമോർത്ത് സന്തോഷിക്കുക. ദൈവഭക്തന്മാർക്ക് ഒരു പക്ഷെങ്കിൽ സുപരിചിതമാണല്ലോ, നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയും വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഉപദേശിക്കുകയും അവരെ കരുതുകയും ഒക്കെ ചെയ്യുമ്പോഴും ആരാധന സംബന്ധിക്കുന്ന കാര്യത്തിലും ആത്മീയ ജീവിതത്തിന് നിലവാരം പുലർത്തുന്നതിലും സുവിശേഷ ഘോഷണത്തിൽ അവരുടെ തീക്ഷ്ണതയെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രതീക്ഷകൾക്കനുസരിച്ച് വരാത്ത ഉയരാത്ത കുടുംബങ്ങളെക്കുറിച്ചും വ്യക്തികളെക്കുറിച്ചും പ്രാർത്ഥിക്കുമ്പോൾ അല്പം ദുഃഖം, അല്പം നിരാശ കടന്നു വരാറുണ്ട്. എന്നാൽ പ്രതീക്ഷ പുലർത്തുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടി സന്തോഷത്തോടെ പ്രാർത്ഥിക്കാൻ കഴിയുമല്ലോ. നമ്മുടെ ഈ ലോകത്തെക്കുറിച്ചും നമ്മൾ സുവിശേഷം പറഞ്ഞുകൊണ്ട് രക്ഷിക്കപ്പെടാത്തവരെക്കുറിച്ചും നമുക്ക് പലപ്പോഴും ആ വികാരം ഉണ്ടാകാറുണ്ട്. എന്തായിരുന്നാലും ഫിലിപ്പിയ സഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ സന്തോഷിച്ച് പ്രാർത്ഥിക്കുക. അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ സത്യമാണ്. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായത്തിൽ കഷ്ടതയുടെ നീണ്ട പട്ടിക രേഖപ്പെടുത്തിയ ശേഷം അവിടെ കുറിച്ചിട്ടിരിക്കുന്നത് സഭകളെക്കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കും എനിക്കുണ്ട്. അപ്പോൾ സഭകളെക്കുറിച്ച് പ്രാർത്ഥിക്കുകയും കരുതുകയും സസൂക്ഷ്മമായി അവരുടെ നിലവാരം, സ്പന്ദനം വിലയിരുത്തുകയും ചെയ്യുന്ന അപ്പോസ്തലീയ മനസ്സ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രസക്തമായ ഭാഗത്തേക്ക് വരട്ടെ. അപ്പോസ്തലൻ്റെ സുവിശേഷ ഘോഷണത്തിൽ ഈ സഭയ്ക്കുള്ള പങ്കാളിത്തം, പാർട്ട്ണർഷിപ്പിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. നമുക്ക് താഴെയുള്ള വാക്യത്തിൽ 5 നമ്മൾ വായിക്കുന്നുണ്ട്, 1-ാം നാൾ മുതൽ ഇതുവരെയും സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ നിമിത്തം ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ പൗലോസുമായി ഉള്ള സുവിശേഷ ഘോഷണത്തിലെ ഒരു പങ്കാളിത്തം, സുവിശേഷ ഘോഷണം അപ്പോസ്തലന്മാരുടെയും വിളിക്കപ്പെട്ട പ്രത്യേകം വേർതിരിക്കപ്പെട്ടവരുടെ മാത്രം ഉത്തരവാദിത്വമല്ല, തങ്ങളുടെ കൂടെ ഉത്തരവാദിത്വമാണെന്നുള്ള ബോധ്യത്തോടെ കർത്താവിൻ്റെ വേലയിൽ വ്യത്യസ്ത നിലയിലുള്ള പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഇവിടെ സന്തോഷത്തോടെ പ്രാർത്ഥിക്കാനുള്ള പ്രധാന കാരണം മക്കതോന്യ സഭകൾ വരവ് ചെലവ് കാര്യത്തിൽ, സാമ്പത്തിക കാര്യത്തിൽ വിശ്വസ്തത പുലർത്തുകയും സഹായിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും സാമ്പത്തികമായ സഹായം ചെയ്തുകൊണ്ടല്ല സന്തോഷിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചത്. അതൊരു കാരണമായി തീരാം. കാരണം സുവിശേഷ വേലയിൽ അങ്ങനെ ഒരു പങ്കാളിത്തം കൂടി ഉണ്ടല്ലോ. നമുക്കുള്ള നന്മകൾ അനേകർ കർത്താവിനറിയാൻ പങ്കിടുന്നത് ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. പക്ഷെങ്കിൽ സന്തോഷത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പിന്നിലെ പ്രധാന കാര്യം അതല്ല. താഴെ നമ്മൾ വായിച്ചതുപോലെ 1-ാം നാൾ മുതൽ സുവിശേഷ ഘോഷണത്തിൽ ആ സഭയ്ക്ക് അപ്പോസ്തലന്മാരോട് കൂടിയുള്ളൊരു പങ്കാളിത്തം ഉണ്ടായിരുന്നു. സുവിശേഷ ഘോഷണം ഞങ്ങളുടെ കൂടെ ഉത്തരവാദിത്വമാണ് എന്ന് ചിന്തിക്കുന്നൊരു സഭയായിരുന്നു. ഈ ചിന്ത ഇന്ന് എല്ലാ ദൈവങ്ങൾക്കും ഉണ്ടായിരുന്നാൽ എത്ര നന്നായിരുന്നു. അടുത്ത നാളൊരു പഠനം ഇങ്ങനെ വ്യക്തമാക്കുന്നു,
ദൈവമക്കളിൽ 95% ദൈവമക്കളും അവരുടെ ജീവിതകാലത്ത് ഒരിക്കലും, അഥവാ കർത്താവിനെ അറിഞ്ഞ് അവർ മരിക്കുന്നത് വരെ ഉള്ള കാലഘട്ടത്തിൽ 95% ആൾക്കാരും ഒരിക്കൽ പോലും ഒരാളെപ്പോലും കർത്താവിന് വേണ്ടി നേടാതെ ക്രിസ്തുവിലേക്ക് നയിക്കാതെയാണ് മരിക്കുന്നത് എന്നൊരു കണക്ക്. അപ്പോൾ 5% പേരെ കർത്താവിലേക്ക് മറ്റുള്ളവരെ നയിക്കുന്നുള്ളൂ എന്നത് സത്യമാണ്. അപ്പോൾ സുവിശേഷ ഘോഷണത്തിൽ ദൈവമക്കളുടെ പങ്കാളിത്തത്തിൻ്റെ പ്രാധാന്യവും അവിടെ ഉണ്ടാകുന്ന പരാജയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണ്ടേ? ഈ സഭ ഗ്രഹിച്ചു ഞങ്ങളുടെ കൂടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് അപ്പോസ്തലമായി സുവിശേഷത്തിൻ്റെ ഒരു പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഞാൻ ആ പാർട്ണർഷിപ്പിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. 8 കാര്യങ്ങൾ ഈ 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. 1-ാം അധ്യായത്തിലാണ് ശ്രദ്ധ കൊടുക്കുന്നത്. 1, ഒരു ദീർഘകാല ബന്ധം സുവിശേഷ ഘോഷണത്തോടെ ബന്ധത്തിൽ, പങ്കാളിത്തത്തോടെ ബന്ധത്തിലുണ്ടായിരുന്നു. 1-ന്റെ 5-ാം വാക്യത്തിൽ വായിക്കുന്നു, യേശുക്രിസ്തുവിൻ്റെ നാളോളം അത് ദൈവം തികയ്ക്കും എന്ന് ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു. ഇറ്റ് ഈസ് എ ലോങ് ടേം റിലേഷൻഷിപ്പ്. യേശുക്രിസ്തുവിൻ്റെ നാളോളം ദീർഘകാല ബന്ധം. 1-ന്റെ 5. 2-ാമത്തെ കാര്യം, ഇറ്റ് ഈസ് എ ഡിവൈൻ ആൻഡ് ലാസ്റ്റിംഗ് വർക്ക്. ദൈവികവും നിലനിൽക്കുന്നതുമായൊരു പ്രവൃത്തിയായി ഈ സുവിശേഷത്തിലെ പങ്കാളിത്തത്തെ അപ്പോസ്തലൻ കാണുക. കാരണം നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ ദൈവമാണ്. ഈ പ്രവൃത്തി അവരിൽ ആരംഭിച്ചത്. അതുകൊണ്ട് അതിന് കർത്താവിന് നാളോളം ഒരു നിലനിൽപ്പുണ്ട്. അപ്പോൾ ദൈവം ആരംഭിച്ച സംരംഭത്തെ ഒരു വ്യക്തിക്ക് തകർക്കാൻ പറ്റില്ലല്ലോ. അതാണ് 2-ാമത്തെ കാര്യം. 3-ാമത്തെ കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് 1-ാം അധ്യായത്തിലെ 7-ാം വാക്യത്തിലാണ്. അവിടെ താൻ വ്യക്തമാക്കിയിരിക്കുന്നത് 7-ാം വാക്യത്തിൽ, എനിക്ക് കൂട്ടാളികളായ നിങ്ങളെയൊക്കെയും എൻ്റെ ബന്ധനങ്ങളിലും സുവിശേഷത്തിൻ്റെ പ്രതിവാദത്തിലും എന്ന് പറഞ്ഞ് താൻ താഴെ പറയുന്നു, ഞാൻ എൻ്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കുന്നുണ്ട്. അപ്പം ആ സഭയെ വഹിക്കുന്നു, സുവിശേഷത്തെ താൻ ഹൃദയത്തിൽ വഹിക്കുക. ഒരു വസ്തുത താൻ ഹൃദയം കൊണ്ട് വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്രമാത്രം തൻ്റെ കമ്മിറ്റ്മെൻറ്റ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സുവിശേഷത്തോടും ആ സഭയോട് ചേർന്നുള്ള സുവിശേഷത്തിൻ്റെ പ്രവൃത്തിയിലുള്ള തൻ്റെ പ്രതിബദ്ധത, പൗലോസിൻ്റെ ആഴമായ പ്രതിബദ്ധത ഹൃദയം കൊണ്ട് വഹിക്കുക. പ്രൈസ് ദി ലോർഡ്. 4-ാമത്തെ കാര്യം, ഇറ്റ് ഈസ് സ്ട്രെങ്തൻഡ് ഇൻ പ്രയർ. തൻ്റെ സുവിശേഷ ഘോഷണം പ്രാർത്ഥനയാൽ ഉറപ്പിക്കപ്പെട്ടതാണ്, ശക്തിപ്പെട്ടതാണ്. നമുക്ക് കാണാൻ കഴിയുന്നു 11-ാം വാക്യത്തിൽ, യേശുക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരായി തീരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പൗലോസിൻ്റെ പ്രാർത്ഥനയാണത്. സുവിശേഷ ഘോഷണം, ഈ ആത്മീയ പ്രവൃത്തി അത് നിവർത്തിക്കപ്പെടണം, അത് നീതിയായി തീരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പ്രാർത്ഥനയാൽ ബലപ്പെട്ടതാണ്. പണം കൊണ്ടോ ആൾശേഷി കൊണ്ടോ നമുക്കുള്ള സംവിധാനം കൊണ്ടോ ഏതൊക്കെ ഉള്ള അനുകൂല സാഹചര്യം കൊണ്ടോ നമ്മുടെ ജ്ഞാനമോ നമ്മുടെ ഔട്ടർ പേഴ്സണാലിറ്റിയോ ഇന്നർ പേഴ്സണാലിറ്റിയോ ഏതെങ്കിലുമൊക്കെ ഉള്ള മറ്റു കാര്യങ്ങളിൽ അധിഷ്ഠിതമല്ല. പ്രാർത്ഥനയാൽ ശക്തിപ്പെടുന്ന, പ്രാർത്ഥനയാൽ ഉറപ്പിക്കപ്പെടുന്ന ഒരു സുവിശേഷ വേലയെക്കുറിച്ച് പറയാം. അപ്പോൾ പ്രാർത്ഥനയുടെ പിൻബലം വളരെ ആവശ്യമാണ്. എന്നാൽ പിശാചിൻ്റെ സ്ട്രോങ് ഹോൾസിനെ തകർക്കാൻ കഴിയൂ എന്നത് തിരിച്ചറിഞ്ഞ അപ്പോസ്തലൻ ആ രീതിയിൽ അത് ഫിലിപ്പിയ സഭയ്ക്കും പൗലോസും ചേർന്നുള്ള ഈ സുവിശേഷ സംരംഭത്തിൽ, ഈ കൂട്ടായ്മയിൽ, ഈ പാർട്ട്ണർഷിപ്പിൽ പ്രാർത്ഥനയുടെ ബലം അവർ ഒരുപോലെ തിരിച്ചറിഞ്ഞിരുന്നു. 5-ാമത്തെ കാര്യം, ഇറ്റ് ഈസ് ടു ഗോഡ്സ് ഗ്ലോറി. തൻ്റെ സകല പ്രവർത്തനവും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടാണ്, പുകഴ്ചയ്ക്കായിട്ടാണ് തൻ്റെ പ്രവർത്തനം എന്ന് തിരിച്ചറിഞ്ഞിരുന്നു. നമുക്ക് ആ കാര്യം കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. 11-ാം വാക്യത്തിൽ, ദൈവത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശുക്രിസ്തുവിൻ്റെ നീതിയാൽ എന്ന് രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ തൻ്റെ പ്രവർത്തനം, ഈ പങ്കാളിത്ത ശുശ്രൂഷ, അതിൻ്റെ മുഖ്യ ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടിയാണ്. ആമേൻ. സ്തോത്രം. നമ്മളെല്ലാവരും അങ്ങനെ ചിന്തിച്ചിരുന്നാൽ നമുക്ക് എത്രമാത്രം സന്തോഷത്തോടെ കർത്താവിൻ്റെ പേരിൽ വ്യാപൃതരായി തീരാൻ കഴിയും. കർത്താവ്, ഞാൻ അധ്വാനിക്കുന്നതും ഞാൻ പ്രവർത്തിക്കുന്നതെല്ലാം അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്, അങ്ങയുടെ പുകഴ്ചയ്ക്ക് വേണ്ടിയാണ്. ഇന്ന് ആ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഭരിക്കട്ടെ. അവിടെ നമ്മൾ ആരുമല്ലാതായിത്തീരുന്നു. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു എന്നെ ജീവിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ മഹത്വം, ദൈവരാജ്യത്തിൻ്റെ പുകഴ്ച, അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. അവിടെ ഒരിക്കലും സുവിശേഷം കൊണ്ട് നാം ജീവിക്കുകയല്ല, നാം സുവിശേഷത്തിൻ്റെ ഒരു വ്യക്തിയായി, സുവിശേഷത്തിൻ്റെ ഒരു വാഹകനായി, സുവിശേഷത്തിൻ്റെ ഒരു വ്യക്തിത്വമായി തീരുക. അവിടെ നമ്മുടെ മെച്ചം, നമ്മളെന്തോ നേടി, എന്തോ സമ്പാദിച്ചു, നമ്മൾ എത്ര പ്രശസ്തരായി എന്നുള്ളത് ഒരു വിഷയമേ അല്ല. അത് പ്രസക്തമായ കാര്യമായിട്ടേ വരുന്നില്ല. ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ പുകഴ്ച. 6-ാമത്തെ കാര്യം 1-ാം അധ്യായത്തിന് 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു, തൻ്റെ ചങ്ങല സുവിശേഷത്തിന് അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു. സഹോദരന്മാരെ, എനിക്ക് ഭവിച്ച സുവിശേഷത്തിന് അഭിവൃദ്ധി കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അപ്പം തൻ്റെ ചങ്ങലയ്ക്കും സുവിശേഷത്തിന് അഭിവൃദ്ധിയാണ് ഉണ്ടായിട്ടുള്ളത്. താഴെ താൻ പറയുമ്പോൾ തനിക്ക് ലഭിച്ച ബന്ധനം, തൻ്റെ കാരാഗ്രഹം ഒരിക്കലും സഭയ്ക്ക് ഇടിവല്ല,
അത് സുവിശേഷത്തിന് അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു. തന്നെ ബന്ധിച്ച് ജയിലിൽ ഇട്ടിരിക്കുന്നെങ്കിൽ പോലും അതിനകത്തും സുവിശേഷത്തിന് അഭിവൃദ്ധിയുടെ സാധ്യത താൻ കാണുകയാണ്. നമ്മളൊക്കെ പലപ്പോഴും കഷ്ടത വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, ഏതെങ്കിലുമൊക്കെ നിലയിൽ പരിഹാസവും നിന്ന അല്ലെങ്കിൽ ഒതുക്കപ്പെടുന്ന സാഹചര്യം വരുമ്പോൾ സുവിശേഷത്തിന് അത് ഒതുക്കമാണ്, സുവിശേഷത്തിന് അഭിവൃദ്ധിക്ക് അത് വിഘാതമായി ഭവിക്കുമെന്ന. പക്ഷെ അപ്പോസ്തലൻ പറഞ്ഞ താൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും താൻ ചങ്ങല ധരിക്കുമ്പോഴും സുവിശേഷത്തിന് അഭിവൃദ്ധി വന്നുകൊണ്ടിരിക്കുക. ആ കാഴ്ചപ്പാടിൻ്റെ മാറ്റം ശ്രദ്ധിക്കുക പ്രിയമുള്ളവരെ. സുവിശേഷത്തിന് അഭിവൃദ്ധി കാരണമായി തീർന്നു പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ ചേർത്ത് ചിന്തിക്കാനുണ്ട്. പങ്കാളിത്ത ശുശ്രൂഷയിൽ, സഭയുമായി ചേർന്നുള്ള പങ്കാളിത്ത ശുശ്രൂഷയിൽ ഇവിടെ അഭിവൃദ്ധി എന്ന് പറയാനുള്ള കാരണം, താൻ കാരാഗ്രഹത്തിലായപ്പോൾ നമ്മൾ വായിക്കുന്നു, ശേഷം എല്ലാവരും തെളിവായി അറിയുകയും സഹോദരന്മാർ മിക്കപേരും എൻ്റെ ബന്ധനങ്ങളാൽ കർത്താവിൽ ധൈര്യം പൂണ്ട് ദൈവത്തിൻ്റെ വചനം ഭയം കൂടാതെ പ്രസ്താവിപ്പാൻ അധികം തുനിയുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ തൻ്റെ ചാരിതാർത്ഥ്യം ഇതാണ്. താൻ കാരാഗ്രഹത്തിലാകത്തായപ്പോൾ ഒരു കൂട്ടം സഹോദരന്മാർ രംഗത്ത് വന്നു. അപ്പോൾ സുവിശേഷത്തിന് അഭിവൃദ്ധിക്ക് കാരണമായല്ലോ. സ്തോത്രം. നമ്മൾ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 13 മുതൽ വായിക്കുമ്പോൾ, യോഹന്നാൻ സ്നാപകൻ തടവിലായെന്ന് കേട്ടപ്പോൾ യേശു ദൈവരാജ്യത്തിൻ്റെ സന്ദേശവുമായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് യോഹന്നാൻ പ്രസംഗിച്ച അതേ സന്ദേശവുമായി യോഹന്നാനേക്കാൾ ശക്തരായ ഒരു യേശു രംഗത്ത് വന്നു. യോഹന്നാൻ കാരാഗ്രഹത്തിലായപ്പോൾ യേശു രംഗത്ത് വന്നു. അപ്പോസ്തലൻ കാരാഗ്രഹത്തിലായപ്പോൾ ഒരു കൂട്ടം സഹോദരന്മാർ രംഗത്ത് വന്നു. സുവിശേഷത്തെ ആർക്കും ബന്ധിക്കാൻ കഴിയില്ല. വ്യക്തികളെ ബന്ധിക്കാം, പക്ഷെ സുവിശേഷത്തെ ബന്ധിക്കാൻ ആർക്കും കഴിയില്ല. ലോക ചരിത്രം ഇന്ന് വരെ അത് ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയെങ്കിൽ ലോകത്തിൽ കഷ്ടതയും എതിർപ്പും നിയമങ്ങളോ കാര്യങ്ങളോ പ്രശ്നങ്ങളൊക്കെ വന്നാലും പീഡകൾ വന്നാലും ഓർക്കുക, ദൈവത്തിൻ്റെ പ്രവൃത്തിയെ തകർക്കാൻ പറ്റില്ല. കാരണം സഭയുടെ നാഥൻ പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കുകയില്ല. ഒരുപക്ഷെങ്കിൽ സുവിശേഷത്തിന് വേണ്ടി മരിക്കുന്നവർ കാണും, ബന്ധനസ്ഥരായിത്തീരുന്നവർ കാണും, പക്ഷെങ്കിൽ സുവിശേഷത്തെ ബന്ധിക്കാൻ ആർക്കും കഴിയില്ല. കാരണം ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം ആ വലിയ ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ നൽകട്ടെ. 7-ാമത്തെ കാര്യം, ജീവനാൽ ആകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും മഹിമപ്പെടുകയുള്ളൂ. 1-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിലാണ് ആ കാര്യം രേഖപ്പെടുത്തിക്കുന്നത്. ഇങ്ങനെ ഞാൻ ഒരിക്കലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തു എൻ്റെ ശരീരത്തിൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. എത്ര പ്രതീക്ഷയാ! താൻ കാരാഗ്രഹത്തിലെ കിടക്കുന്ന, കൈ ചങ്ങലയുണ്ട്, താൻ ബന്ധനസ്ഥന, പക്ഷെങ്കിൽ തൻ്റെ ബോധ്യം ഇതാണ്, ജീവനാലാകട്ടെ മരണത്താലാകട്ടെ കർത്താവിൻ്റെ നാമത്തിന് എപ്പോഴും മഹിമയേ ഉണ്ടാകുകയുള്ളൂ. സ്തോത്രം. ആ ഒരു ശുഭപ്രതീക്ഷ കർത്താവിൻ്റെ വേലയെക്കുറിച്ച് നമുക്കുണ്ടാകട്ടെ. കാരണം ചങ്ങലകൾക്കോ പ്രതിസന്ധികൾക്കോ മരണം കൊണ്ടോ ഒരിക്കലും അവസാനിക്കുന്നതല്ല സുവിശേഷം. താൻ മരിച്ചാലും താൻ ജീവിച്ചാലും സുവിശേഷം അജയ്യമായി, കർത്താവിൻ്റെ സഭയുടെ പ്രവർത്തനം ദൈവഹിതത്താൽ അജയ്യമായി തുറന്നുകൊണ്ടേയിരിക്കും എന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ബോധ്യം താൻ പങ്കിടുകയാണ്. അവസാനമായിട്ട്, ഇറ്റ് ഇൻക്ലൂഡ്സ് സഫറിങ്. സുവിശേഷത്തിൽ എപ്പോഴും കഷ്ടതയുടെ ഒരു ഭാഗമുണ്ട്. നമുക്ക് 1-ാം അധ്യായത്തിൽ 29-ാം വാക്യം വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നു, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം സഹിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, വരം നൽകിയിരിക്കുന്നു. നിങ്ങൾ എങ്കൽ കണ്ടതും ഇപ്പോൾ എന്നെക്കുറിച്ച് കേൾക്കുന്നതുമായ അതേ പോരാട്ടം നിങ്ങൾക്കുമുണ്ടല്ലോ. അപ്പോൾ അപ്പോസ്തലൻ ഇപ്പോൾ കാരാഗ്രഹത്തിലാണ്. അപ്പോൾ സഭാജനം അറിഞ്ഞു തനിക്ക് ബന്ധനം ഉണ്ടായി കാരാഗ്രഹത്തിലാണെന്ന്. പക്ഷെ അപ്പോസ്തലൻ പറയുന്നു, കർത്താവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം സഹിപ്പാനും കൂടെ ദൈവം നമുക്ക് വരം നൽകിയിരിക്കുന്നു. ആമേൻ. അപ്പോൾ കഷ്ടത ഇതിൻ്റെ ഭാഗവാക്കാണ്, അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അപൂർവമായൊരു കാര്യം സംഭവിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ ആരും തളരാൻ പാടില്ല. കർത്താവിൻ്റെ ക്രൂശ് മുതൽ ഇങ്ങോട്ട് അപ്പോസ്തലിക ചരിത്രം മുതൽ സഭയുടെ ചരിത്രം വായിക്കുമ്പോൾ കഷ്ടതയുടെ ഒരു ഭാഗം, ഉപദ്രവത്തിൻ്റെയും നിന്ദയുടെയും പരിഹാസത്തിൻ്റെയും ഒക്കെ നഷ്ടപ്പെടലിൻ്റെയും തിരസ്കരണത്തിൻ്റെ ഒക്കെ അനുഭവം സുവിശേഷത്തിൻ്റെ ഭാഗമാണ് എന്ന് നമ്മൾ പഠിക്കുന്നു. എബ്രായലേഖനം 11-ാം അധ്യായത്തിലൊക്കെ വായിക്കുമ്പോൾ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ സുവിശേഷത്തിന് വേണ്ടി കഷ്ടം സഹിച്ചവരുടെ ഒരു വലിയ നീണ്ട ലിസ്റ്റ് നമ്മൾ വായിക്കുന്നുണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വായിക്കുന്നു, നിങ്ങൾ കണ്ടതും കേട്ടതും അതേ പോരാട്ടം നിങ്ങൾക്കുമുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോസ്തലൻ്റെ കഷ്ടത പോലെ തന്നെ കഷ്ടതയുടെ ഒരു പങ്കാളിത്തം ആ സഭയ്ക്കുമുണ്ട്. സുവിശേഷ ഘോഷണത്തിലും കർത്താവിൻ്റെ രാജ്യത്തിലുമുള്ള ആ ആത്മീയ ദർശനത്തിൻ്റെയും ശുശ്രൂഷയുടെയും പങ്കാളിത്തം, പാർട്ട്ണർഷിപ്പ് ആ സഭ എത്ര മനോഹരമായി ഏറ്റെടുത്തു. ഈ തലമുറ നമ്മുടേതല്ലേ? അപ്പോസ്തലിക കാലഘട്ടം കഴിഞ്ഞു, ഇന്ന് നമ്മുടെ കാലഘട്ടമാണ്. ഈ സമൂഹത്തോട് കർത്താവിനെക്കുറിച്ച് പറയുകയും ആ സുവിശേഷത്തിന് പങ്കാളിത്തം ഏറ്റെടുക്കാനുള്ള പാർട്ട്ണർഷിപ്പ് ദൈവത്തോടും ദൈവഭൃത്യന്മാരോടും ഏറ്റെടുക്കാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. ആ ദർശനം മങ്ങിപ്പോകരുത്. ഈ തലമുറയിൽ കർത്താവിനെ അറിയിപ്പാൻ ചുമതല നമ്മുടേതാണ്. കർത്താവിന് മുമ്പിൽ നിൽക്കുമ്പോൾ, ന്യായം ചോദിക്കുമ്പോൾ ആ സമയത്ത് ബലപ്പെട്ടിരിക്കാനും അനേകരെ കർത്താവിന് കാഴ്ചവെപ്പാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ വാക്ക്, നമ്മുടെ പണം എല്ലാം അതിന് സഹായമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.